നമസ്തേ. ഇന്ന് ഡബിൾ ബാരലിന്റെ മറ്റൊരു വീഡിയോവുമായി നിങ്ങളെ മുന്നിലേക്ക് വരികയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഈ രണ്ട് ദിവസം മുമ്പ്, രണ്ട് ദിവസം മുമ്പ് വളരെ വിചിത്രമായ ഒരു സംഗതി കേരളത്തിൽ നടന്നു. കേരളത്തിൽ മാത്രമേ അത് നടക്കൂ. കാരണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി പർവേസ് മുഷറഫിന്റെ മരുമക്കൾ താമസിക്കുന്ന സ്ഥലമാണല്ലോ കേരളം. അദ്ദേഹത്തിന്റെ മരുമക്കളൊക്കെ ഇവിടെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളതെന്നാ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിനൊരു ശ്രദ്ധാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. കേരളത്തിൽ വലിയൊരു ഫംഗ്ഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംപ്ലോയീസ് യൂണിയൻ ആണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവരുടെ 23ാം സംസ്ഥാന സമ്മേളനമായി. ബാങ്ക് ഓഫ് ഇന്ത്യയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഭാരതത്തിലൊരു ബാങ്കാണ്. ആ ബാങ്കിലെ എംപ്ലോയീസിന്റെ ഒരു സംസ്ഥാന സമ്മേളനം. കൂടുതലും സഖാക്കന്മാരാണ് എന്നാണ് തോന്നുന്നത്. അവരാണ് ഇങ്ങനത്തെ വേണ്ടാത്ത വൃത്തികേടുകളൊക്കെ ചെയ്യുക സാധാരണ. അപ്പൊ അതുകൊണ്ടായിരിക്കാം. കാരണം ഒരു രാജ്യദ്രോഹമാണല്ലോ. അവർക്ക് എപ്പോഴും ഇന്ത്യനോടല്ല സ്നേഹമുണ്ടായത്, ചൈനയോടാണ്. അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന ആൾക്കാരും. അപ്പൊ ചിലപ്പോൾ പാകിസ്ഥാനോടൊരു സ്നേഹം ഉണ്ടായിട്ടുണ്ടാവും, അവിടുത്തെ എന്തെങ്കിലും എച്ചിൽ നക്കിയിട്ടും ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ആ ഇടതുപക്ഷങ്ങളുടെ സംഘടനയായ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വലിയ വലിയ VIP പങ്കെടുത്തുകൊണ്ട് ഒരുപാട് സാംസ്കാരിക പരിപാടികളൊക്കെ അവിടെ സംഘടിപ്പിക്കുവാൻ വേണ്ടിയും പലവരും പങ്കെടുക്കേണ്ടതൊക്കെയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി കണ്ടുവരുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരുപാട് മഹാത്മാക്കള് ഇവിടെ ജീവിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരോടൊന്നും ഇല്ലാത്തൊരു പ്രേമമാണ് പർവേസ് മുഷറഫിനോട് തോന്നിയിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. അതും ആ ദിവസം, തെരഞ്ഞെടുത്ത ദിവസം നോക്കണം. കാർഗിൽ യുദ്ധത്തിന്റെ വിജയ ദിവസമായിട്ട് ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിൽ തന്നെ ആ യുദ്ധത്തിന് കാരണക്കാരനായ പ്രധാനമന്ത്രിയെ, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തണം എന്നുദ്ദേശിച്ചത് ആ ഒരു യൂണിയന്റെ ഒരു മനോവികാരത്തിനെ പറ്റി നമ്മുടെ ഓരോ ഭാരതീയനും ചിന്തിക്കേണ്ട ഒരു അവസരമാണ്. ഒരുപാട് മുസ്ലിം പ്രീണനങ്ങൾ ഈ രാജ്യത്ത് നടന്നു വരുന്നുണ്ട്, പല തരത്തിലുള്ളത്. അതിനു വേണ്ടിയുള്ള മത്സരമാണ് ഇടതനും വലതന്മാരും, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുകയാണ്. ഇന്നലെ ഒരു കോളേജിൽ നിസ്കരിക്കുവാൻ പ്രത്യേക സ്ഥലം വേണം പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞ് സമരമുണ്ടാക്കി. ഇന്ന് പള്ളിയിലച്ചന്മാര് പറഞ്ഞ അവരെ നിസ്കരിക്കണമെങ്കിൽ, അവരുടെ പ്രാർത്ഥന നടത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പള്ളിയിൽ പോയി ചെയ്യാമെന്ന്. പക്ഷെ പള്ളിയിൽ പെൺകുട്ടികളെ കയറ്റില്ല. അവരെ പള്ളിയിൽ അവരെ മതത്തിന്റെ അനുഷ്ഠാനത്തിന് വേണ്ടി അവർ തന്നെ പള്ളിയിൽ സ്ത്രീകളെ കയറ്റില്ലെങ്കിൽ പിന്നെ മറ്റൊരു മതത്തിന്റെ ഒരു സ്ഥാപനത്തിൽ കയറി ഇത് കയറ്റണം എന്ന് പറയുക, അതിന്റെ ഒരു വിരോധാഭാസം ഒന്ന് ചിന്തിച്ചു നോക്കൂ.
അങ്ങനെ എന്ത് തരത്തിലും രാജ്യത്തില് എന്തൊക്കെ നിയമങ്ങളുണ്ടോ, എന്തൊക്കെ വ്യവസ്ഥകളുണ്ടോ അതിനെതിരെ പെരുമാറുക, അതിനെതിരെ നീങ്ങുക, അതിനെതിരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിന് അരോചകത്വം സൃഷ്ടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു രീതി തന്നെയായി മാറിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിനെ വെറും തുച്ഛമായ വോട്ടിന് വേണ്ടി വിജയിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് എം.എൽ.എയും എം.പിയുമായിക്കൊണ്ട് എന്തെങ്കിലും വൃത്തികേടുകൾ കളിക്കാനും ഈ രാജ്യത്തിന്റെ സ്വത്ത് നക്കാനും വേണ്ടി ഇതിനു വേണ്ടി രണ്ട് വോട്ട് കിട്ടുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രീണിപ്പിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഇന്നത്തെ ഇടത് വലതന്മാരുടെ ഒരു പ്രത്യേക ഒരു ഹോബിയാണെന്നത്. ഇവര് ഇന്നല്ല, ഇതിന്റെ മുമ്പും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം സുലൈമാൻ സേട്ടു എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ നേതാവ് പണ്ട് പാകിസ്ഥാനിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. അന്നത് വലിയൊരു വിവാദമുണ്ടായ പ്രസംഗമായിരുന്നു. വളരെ വലിയ വിവാദമുണ്ടായ പ്രസംഗമായിരുന്നു അത്. അന്ന് എല്ലാവരും ചോറിങ്ങും കൂറങ്ങും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ തമാശാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ കാരണവന്മാര് തന്നെ ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ അയാളെ ഏതോ ഒരു കുടുംബക്കാരോ മരുമക്കളൊക്കെ ഇന്നും കേരളത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. ഈ അസോസിയേഷന്റെ ആരോ ഉണ്ടോ എന്ന് വരെ സംശയം തോന്നിപ്പോകുന്നു. ഏതായാലും ഇന്ത്യ ഗവൺമെന്റ് ഇത് അന്വേഷിക്കണം. നമ്മൾ കാർഗിൽ യുദ്ധം ഉണ്ടാകാൻ ഉണ്ടാക്കിയ ആളാണിത്. അയാളെ ആ ദിവസം, അതിന്റെ വിജയ ദിവസം തന്നെ ആദരിക്കണമെന്ന് പറഞ്ഞാല് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ ഇവരെത്രത്തോളം രാജ്യദ്രോഹികളാണ്, വിഘടനവാദികളാണ്, തീവ്രവാദികളാണ് ഈ ബാങ്ക് എംപ്ലോയി യൂണിയനിലുള്ള ആൾക്കാർ എന്നതിനെ പറ്റി ചിന്തിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് പറയും. സ്വന്തം രാജ്യത്തിനോട് കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ അത് ലേശം കുറഞ്ഞു വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഇന്ത്യ സഖ്യമായത് കൊണ്ടായിരിക്കാം, ഇവരെല്ലാവരും കൂടി ഇപ്പൊ ഒരു സഖ്യമാണല്ലോ. അപ്പൊ ഒരേ മനസ്ഥിതിയിൽ ഉണ്ടാകേണ്ട ആൾക്കാരായത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ ചെയ്യുന്നത്. സ്വന്തം രാജ്യത്തിന് വേണ്ടി നമ്മള് നിലകൊള്ളാതെ മറ്റൊരു നാട്ടിന്റെ പ്രധാനമന്ത്രിക്ക് ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ സാധാരണ ഭാരതത്തിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും അത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വൃത്തികേടുകളാണ് ഈ യൂണിയൻ ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ഇവരൊക്കെ ശിക്ഷിക്കപ്പെടണം. ഇവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ഇതിനെതിരെ സമരം ചെയ്തത് ആകെ ഒരേ ഒരു പ്രസ്ഥാനമാണ്, ഭാരതീയ ജനതാ പാർട്ടി മാത്രം. ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് അത് ഭാരതീയ ജനതാ പാർട്ടി ചെയ്ത സമരമായത് കൊണ്ട് പറയും അത് മറ്റു മതസ്ഥർക്കെതിരായത് കൊണ്ടൊരു വർഗീയ ചൊയ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ആ യഥാർത്ഥ ദേശസ്നേഹം കാണിച്ചുകൊണ്ട് ഇതിനെതിരെ ഒരു ഫൈറ്റ് നടത്തുവാൻ, ആ പന്തലിലേക്ക് കയറി ചെന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള ധൈര്യം കാണിച്ചതും ആ ഒരു രാജ്യസ്നേഹം കാണിച്ചത് അവർ മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുണ്ട്. ഒരുപാട് VIP ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ആ പരിപാടിയിൽ ആ VIP ഒന്നും പങ്കെടുത്തില്ല. അതിനേതായാലും ഒരു നമസ്കാരം നമുക്ക് പറയാം. അത്രയെങ്കിലും അവർ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു വികാരമുണ്ടല്ലോ, അവരതിൽ ഇരുന്ന് തന്നെ വലിയൊരു കാര്യം. അതിൽ ഇയാളെ മരുമക്കളായ ആരെങ്കിലും
പങ്കെടുക്കുവാൻ വേണ്ടി ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാകാം. അത് അങ്ങനെയൊക്കെ ഇവര് എന്ത് വേണമെങ്കിൽ ചെയ്യും. രാജ്യത്തിനെതിരെ എന്തും ചെയ്യുക എന്നുള്ള രാജ്യ ഒരു രാജ്യദ്രോഹികളായി സ്വയം മാറുവാൻ വേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നവരാണിവർ. അതുകൊണ്ട് ഇവർക്കെതിരെ ഇവർക്കെതിരെ ഉള്ള നിയമ നടപടി എടുക്കുവാൻ വേണ്ടി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു തീരുമാനമെടുക്കണം. അവരെ വെറുതെ വിടാൻ പാടില്ല. അതിനുവേണ്ടി ഉള്ള നിയമ നടപടി എടുത്തുകൊണ്ട് തുറങ്കലടച്ച് ഇവരുടെ ഈ യൂണിയൻ വരെ